അപ്പോൾ എന്താണെന്നറിയാമോ, ഞാനിങ്ങനെ ഇരുന്ന് അവരോട് പറഞ്ഞ് സ്വാമി മഴ പെയ്യാനായിട്ടൊരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് പ്രാർത്ഥിച്ചെന്നാൽ വളരെ തീർച്ചയായിട്ടും മഴ പെയ്യും. ദൈവം ഞാൻ മഴ കണ്ടിട്ടും പ്രാർത്ഥിച്ച് മഴ കണ്ട ആളോന്ന് പോലെ പറഞ്ഞപ്പോൾ ഇവരെന്നോട് ഉടനെ ഇതുപോലെ ഒരു 10-12 ആൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെഴുന്നേറ്റിരുന്ന് ചോദിച്ചു, ഇന്ന് തങ്കമ്മ ചേച്ചിക്ക് നാമം ഒന്ന് ചെല്ലാൻ മേലെന്ന് ചോദിച്ചു. ഒരു 10-18 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയൊക്കെ എനിക്കറിയാം, പക്ഷെ മഴ പെയ്യുമെന്ന് സ്വാമി പറഞ്ഞതാണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നാലും തങ്കമ്മ ചേച്ചി ഒന്ന് ചെല്ലിയിട്ട് പോ, ഇത്രയും പറഞ്ഞതല്ലേ, ചെല്ലിയിട്ട് പോ, മഴ വരികയാണെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ വിളിച്ചേക്കാമെന്ന് കേട്ടോ. ഉയ്യോ എൻ്റെ ഭഗവാനെ, എന്താണേലും ഹൃദയപൂർവ്വം നാമം ചൊല്ലി. എന്നാന്നറിയാമോ, അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്തകോ കയ്യേ കിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരകോ പയ്യാർ നീ ജനം ആഴിയിൽ പതിവതിനും മുന്നേ പരന്ന് ഊഴിയിൽ പെയ്യാറാകണമേ ഖനാബ് കൃപയാ ഗംഗാ നദീധാമമേന്ന്. കാരുണ്യസ്വരൂപനായിരിക്കും, ഭക്തവത്സലനായിരിക്കുന്ന, കൃപയുടെ കേദാരമായിരിക്കുന്ന പരമഗുരു എന്ന് പറയുന്ന പിന്നത്തെ ഒരു വാക്കുണ്ട്. ദാരിദ്ര്യം കെടുതായി ദഹിച്ച് ദൃഢവും ദാരുക്കളും ദൈവമേ നീരില്ലാതെ നിറഞ്ഞ് സങ്കടമോ നീയൊന്നും ഓർത്തില്ലയോ, ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാൻ എന്നോർത്തിരുന്നോരിലെ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞതഴകോ കൂറ് അർദ്ധനാരീശ്വര.